വിലക്കപ്പെട്ട പ്രണയം ഭാഗം 72. അങ്ങനെ ആമി ഇപ്പോൾ ഡിഗ്രി അവസാന വർഷത്തെ ലാസ്റ്റ് സെമസ്റ്റർ പരീക്ഷ എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ്. പരീക്ഷയ്ക്ക് ഇനി ഒരാഴ്ച കഷ്ടിയാണുള്ളത്. പക്ഷേ അതിനിടയിൽ ആമിക്കൊരു പരിപാടിയുണ്ട്. അതുകൊണ്ട് ആമി ഇപ്പോൾ എബിയുടെ വീട്ടിലില്ല. പരിപാടി മറ്റൊന്നുമല്ല, ഋഷിക്ക് രണ്ടാമത്തെ കുഞ്ഞുണ്ടായി. അതിൻ്റെ പേരിടൽ ചടങ്ങാണ്. എബിക്ക് തിരക്കായതുകൊണ്ട് ആമിയും മുത്തശ്ശിയും തലേ ദിവസം രാവിലെ തന്നെ അങ്ങോട്ട് പോയിരിക്കുകയാണ്. എബി വൈകുന്നേരം ഓഫീസിലെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ടേക്ക് എത്താം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെയാകെ പരിപാടിക്കുള്ള ഒരുക്കത്തിലാണ്. തിരക്കും മറ്റുമൊക്കെയാണ് എല്ലാവർക്കും. അതറിയാവുന്നത് കൊണ്ട് എബി അവളെ വിളിച്ച് ശല്യം ചെയ്തില്ല. ഓഫീസിലെ ജോലി കഴിഞ്ഞ് വീട്ടിൽ ചെന്നൊന്ന് കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ എടുത്ത് നേരെ കുന്നുംപുറത്തേക്ക് പോയി. വീട്ടിൽ തന്നെയാണ് പരിപാടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ളവർക്കെല്ലാം പിടിപ്പത് പണിയുണ്ട്. കാറ് വരുന്നത് കണ്ടപ്പോൾ തന്നെ ഋഷി വേഗം വന്ന് എബിയെ അകത്തേക്ക് വിളിച്ചു. പോകുന്ന വഴി പരിചയക്കാരെയൊക്കെ കണ്ട് ചിരിച്ചു ചിരിച്ചാണ് അകത്തേക്ക് കയറിയത്. എല്ലാവരെയും കണ്ട് ചിരിച്ച് സംസാരിക്കുമ്പോഴും എബിയുടെ കണ്ണുകൾ ചുറ്റുപാടും ആമിയെ തിരയുകയായിരുന്നു. എല്ലായിടത്തും നോക്കി നോക്കി ഒടുക്കം അടുക്കള വരെ എത്തി നോക്കി അവൻ. അവിടെയും അവളെ കാണാതെ വന്നതും അവൻ്റെ മുഖത്ത് ഒരു നിരാശ പടർന്നു. കുറച്ചു നേരമായുള്ളൂ അവളെ കാണാതെ ഇരുന്നിട്ടെങ്കിലും പറ്റുന്നില്ല. എന്തോ ഹൃദയം അവളെ കാണണമെന്ന് പറയുന്നത് പോലെ. അവിടെ നോക്കിയപ്പോൾ ലതാമ്മയും മുത്തശ്ശിയും ഒക്കെ ഇരിക്കുന്നുണ്ട്. അമ്മാമ്മേ, ശിവ എവിടെ? എബി ചോദിച്ചതും അപ്പോഴാണ് എബി വന്നത് മുത്തശ്ശി കാണുന്നത്. അവരവൻ്റെ അടുത്തേക്ക് വന്നു. മോളൊന്ന് വീട്ടിലേക്ക് പോയി. ഡേറ്റ് ആയതിൻ്റെ വയറുവേദന ഉണ്ടെന്ന് പറഞ്ഞു. മുഖവും ആകെ വല്ലാതിരിക്കുന്നുണ്ട്. ഞാൻ ചൂടുവെള്ളമൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്. അങ്ങോട്ട് പോയി നോക്കിയിട്ട് വാ. മുത്തശ്ശി പറഞ്ഞതും എബി ആമിയുടെ അടുത്തേക്ക് പായുകയായിരുന്നു. ഈ സമയത്ത് അവളുടെ അവസ്ഥ തന്നേക്കാൾ നന്നായിട്ട് ആർക്കും അറിയില്ല. അല്ലെങ്കിൽ തന്നെ പീരിയഡ്സ് ആകുമ്പോൾ അവൾക്ക് നല്ല വയറുവേദനയും ശരീരവേദനയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ തമ്മിൽ ഫിസിക്കൽ റിലേഷൻ കൂടി തുടങ്ങിക്കഴിഞ്ഞതിൽ പിന്നെ പീരീഡ്സ് ആകുമ്പോൾ അതൊന്നുകൂടി കൂടി ഛർദിയും കാലുവേദനയൊക്കെ ഉണ്ടാകും. എബി അടഞ്ഞു കിടക്കുന്ന വാതിൽ തള്ളി തുറന്നകത്തേക്ക് കയറി. ശിവ എന്ന് വിളിച്ച് മുറിയിലേക്ക് കയറിയപ്പോൾ കാണുന്നത് പുതച്ച് മൂടി കിടക്കുന്നവളെയാണ്. ആ കിടപ്പിൽ തന്നെ എബിക്ക് എന്തോ ഒരു വശപ്പിശക് തോന്നി. ശിവ. എബി അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ അരികിലായിട്ട് കട്ടിലിലേക്ക് ഇരുന്നു കൊണ്ട് പുതപ്പ് വലിച്ചു നീക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൻ വലിച്ചപ്പോഴും ആമി അത് കൂടുതൽ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. ശിവ, കളിക്കല്ലേ, പുതപ്പ് മാറ്റ്. എബി ബലം പ്രയോഗിച്ച് പുതപ്പ് അവളുടെ മുഖത്തു നിന്ന് നീക്കി. കരഞ്ഞു ചുവന്നിരിക്കുന്ന കവിൾത്തടം. എബി ആകെ വല്ലാതെ ആയിപ്പോയി അവളെ കണ്ടപ്പോൾ. എന്താടാ, വേദന സഹിക്കാൻ പറ്റുന്നില്ലേ? എബി അവളോട് അരുമയായി ചോദിച്ചു. അവൻ കവിളിൽ ചേർത്ത് വെച്ച് അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് ആമി കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. അടുത്ത നിമിഷം അവൻ്റെ കഴുത്തിലൂടെ കൈ ചുറ്റിപ്പിടിച്ച് ആമി പൊട്ടിക്കരഞ്ഞു. ശിവ, എന്താ? എന്തിനാ കുഞ്ഞെ ഇങ്ങനെ കരയുന്നത്? നോക്കിയേ, പാടില്ലെങ്കിൽ വാ, നമുക്ക് മരുന്നിന് പോകാം. എനിക്ക് എന്തോ കുഴപ്പമുണ്ട് ചായ, എന്തോ ഉണ്ട് എനിക്ക്. അത് പറഞ്ഞ് അവൾ അവൻ്റെ ഷോൾഡറിലേക്ക് മുഖം അമർത്തി വീണ്ടും പൊട്ടിക്കരയാൻ തുടങ്ങി. കുഴപ്പമോ? ശിവ, കരച്ചിൽ നിർത്തിയേ. എന്തൊക്കെയായി പറയുന്നത്? മതി. അവൾ പറയുന്നത് കേട്ടതും തിരികെ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് എബി അവളെ തൻ്റെ ഷോൾഡറിൽ നിന്ന് ഉയർത്താൻ ശ്രമിച്ചു. പക്ഷേ ആമി അവനെ ഒന്ന് നോക്കി. അവൻ പുതപ്പെടുത്ത് അവളുടെ മുഖം അതിലൊന്ന് തുടച്ചു. എന്താ പ്രശ്നം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവൻ അവളുടെ കവിളിൽ കൈവച്ചുകൊണ്ട് ആകുലതയോടെ അവളോട് ചോദിച്ചു. ഈ മാസവും പീരീഡ്സായി. നമുക്ക് എന്താ ചായ വാവ വരാത്തത്? എനിക്കെന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് മാത്രം വരുന്നില്ല. ആമി വീണ്ടും പൊട്ടിക്കരഞ്ഞു. എബി പകപ്പോടെ അവളെ നോക്കി. എന്ത് പറയാനാണിതിന്? എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും അവളെ? ശിവ, ഈ കരച്ചിലൊന്ന് നിർത്ത്, ഞാൻ പറയട്ടെ. എബി അവളെ കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നെ വെറുക്കല്ലേ ഇച്ചായ, എനിക്കറിയില്ല. ആമി വീണ്ടും കരഞ്ഞുകൊണ്ട് മൂക്ക് വലിച്ചു. ഈ കരച്ചിലൊന്ന് നിർത്തുന്നുണ്ടോ? എബി ഗൗരവത്തിലായി. അവൻ്റെ ശബ്ദത്തിലെ ടോൺ മാറിയതും കരച്ചിലടക്കിക്കൊണ്ട് ആമി അവനെ ഒന്ന് നോക്കി. നീ ഇങ്ങനെ ഒരു കാര്യം കാത്തിരിക്കുന്നുണ്ടായിരുന്നോ? അവൻ്റെ ഗൗരവത്തോടെയുള്ള ശബ്ദം. ആമി ആകെ ഒന്ന് പതറി. ആഗ്രഹിച്ചിരുന്നു. ശ്രുതി ചേച്ചി രണ്ടാമത് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ആഗ്രഹം തോന്നി. അന്ന് മുത്തശ്ശിയും ലതാമ്മയും ഒക്കെ തന്നോട് അടുത്തത് താനാണെന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്നു. അതുകൂടിയായതും ഉള്ളിലുള്ള ആഗ്രഹം ഒന്നുകൂടി കൂടി. ഒരു കുഞ്ഞ് വേണമെന്ന് തോന്നി. പക്ഷേ അന്ന് തൊട്ട് കാത്തിരിക്കാൻ തുടങ്ങിയതാണ്. എല്ലാ മാസവും പീരീഡ്സ് ലേറ്റ് ആവണേ എന്ന് പ്രാർത്ഥിക്കും. പക്ഷേ കറക്റ്റ് ഡേറ്റ് ആകുമ്പോൾ പീരീഡ്സ് ആകും. അങ്ങനെ ഈ മാസം പീരീഡ്സ് ഡേറ്റ് 2 ദിവസം മാറിപ്പോയിരുന്നു. ഉള്ളിൽ ഒരുപാട് പ്രതീക്ഷകൾ ആ 2 ദിവസം കൊണ്ട് തന്നെ വന്നു നിറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴേക്കും ദാ വീണ്ടും പീരീഡ്സ് ആയിരിക്കുന്നു. പെട്ടെന്ന് ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് സഹിക്കാനായില്ല. അതുകൊണ്ടാണ് അവിടുന്ന് വയറുവേദനയാണെന്ന് പറഞ്ഞ് തിരികെ വീട്ടിലേക്ക് വന്നത്. എബി രാത്രിയാകുമ്പോൾ വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അവൻ നേരത്തെ വന്നു.
ഇങ്ങനെയൊരാഗ്രഹം തൻ്റെ മനസ്സിലുള്ളത് ഒരിക്കൽ പോലും ഇച്ചായനോട് തുറന്നു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവൻ അങ്ങനെ എടുത്തു ചോദിച്ചപ്പോൾ അത് പറയാനായിട്ട് അവൾക്കൊരു മടി തോന്നി. ചോദിച്ചത് കേട്ടില്ലേ ശിവ, ഇങ്ങനെയൊരു കാര്യം നീ ഒരുപാട് നാളുകളായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോയെന്ന്. അവൻ്റെ ഗൗരവത്തോടെയുള്ള ശബ്ദത്തിൽ നിന്ന് തന്നെ അവൻ ദേഷ്യത്തിലാണ് എന്ന് ആമിക്ക് മനസ്സിലായി. ആമി പതിയെ അവനെ ഒന്ന് തലയുയർത്തി നോക്കിക്കൊണ്ട് അതേ എന്ന രീതിയിലൊന്ന് മൂളി. അപ്പോഴും അവൻ്റെ മുഖം ഗൗരവത്തിലാണ്. എബി എഴുന്നേറ്റ് പോയി മുന്നിലെയും മുറിയിലേക്കുള്ള വാതിലും അടച്ചു കുറ്റിയിട്ടു. ശേഷം അവളുടെ അടുത്ത് വന്നിരുന്നു. ആമി അവനെ ഞെട്ടലോടെ നോക്കി. എന്നിട്ട് എന്നോടെന്താ പറയാതിരുന്നത്? അവൻ്റെ ശബ്ദത്തിൽ വീണ്ടും ഗൗരവം തന്നെയാണ്. അത് അത് പിന്നെ ഉണ്ടല്ലോ. നിർത്ത്, നിന്റെ വിക്കൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. എബി പറഞ്ഞതും ആമി വീണ്ടും അവനെ ഒന്ന് നോക്കി. എബി അതൊന്നും കാര്യമാക്കാതെ അപ്പോഴും ഗൗരവത്തോടെ തന്നെ ഇരിക്കുകയാണ്. ഇച്ചായ, ഞാൻ കരുതി ഇച്ചായ മനസ്സിലാക്കുമെന്ന്. അതാ ഞാൻ പിന്നെ പറയാതെ. ലുക്ക്, ഐ എം നോട്ട് എ മജീഷ്യൻ ആൻഡ് ഐ ഡോണ്ട് ഹാവ് എനി മാജിക്കൽ പവർ ടു സീ വാട്ട്സ് ഇൻസൈഡ് യു. ഇതൊക്കെ തുറന്ന് പറയണം ശിവ. ഇത് സിനിമയും സീരിയലും ഒന്നും അല്ല, ജീവിതമാണ്. ഒരാൾ തുറന്ന് പറഞ്ഞാലല്ലേ അയാളുടെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് മറ്റൊരാൾക്ക് മനസ്സിലാവൂ. എബി അവളുടെ അരികിലേക്ക് നീങ്ങിയിരുന്ന് അവളുടെ കയ്യിൽ കൈകോർത്ത് പിടിച്ച് സമാധാനത്തിലാണ് പറഞ്ഞു കൊടുത്തത്. ആമി അതിന് തലയാട്ടി. കേൾക്കട്ടെ, ഇനി എന്തൊക്കെയായിരുന്നു എൻ്റെ ശിവയുടെ മനസ്സിലുണ്ടായിരുന്നത്? അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചുകൊണ്ട് എബി ചോദിച്ചതും ആമി അവളുടെ മനസ്സിലുള്ള കാര്യങ്ങളും ഇത്രയും നാളുണ്ടായ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. ഇത്രയൊക്കെ ആയിട്ടും എന്നോട് പറഞ്ഞില്ലല്ലോ നീ. അല്ലെങ്കിൽ ഒരു 100 തവണ ഓരോ കാര്യങ്ങളും എന്നോട് പുറകെ നടന്ന് പറഞ്ഞിരിക്കുന്നവളല്ലേ? എബി അവളെ കൂർപ്പിച്ച് നോക്കി. പിന്നെ നിന്റെ ചെറിയ വ്യത്യാസങ്ങൾ പോലും മനസ്സിലാക്കുന്ന എനിക്ക് ഇത് മനസ്സിലാക്കാനും പറ്റിയില്ല. അവളുടെ കയ്യിലൊന്ന് അമർത്തിക്കൊണ്ട് എബി പറഞ്ഞതും ആമി അവനെ ഒന്ന് നോക്കി. അവനെ നോക്കി ഇങ്ങനെ ഇരുന്നപ്പോൾ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വന്നു. എന്തിനാ ഇനിയും സങ്കടം? എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇച്ചായ? അതുകൊണ്ടാണോ നമുക്ക് കുഞ്ഞുങ്ങളില്ലാത്തത്? ആമി മൂക്ക് വലിച്ചുകൊണ്ട് അവനെ നോക്കി വിഷമത്തോടെ ചോദിച്ചു. ശിവ, ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ കുഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കുമോ? എൻ്റെ ശിവ ഇപ്പോൾ പഠിക്കുമല്ലേ, അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളില്ലാത്തത്. ഞാൻ കൊച്ചു കുഞ്ഞൊന്നും അല്ല ഇച്ചായ, പറ്റിക്കാൻ നോക്കല്ലേ. പഠിക്കുന്ന ആളുകൾക്കൊന്നും വാവ് ഉണ്ടാവുന്നില്ലല്ലോ. ആമിക്ക് അവൻ പറയുന്നത് കേട്ട് ദേഷ്യം വന്നു. എബി അവളെ പല്ല് കടിച്ചു നോക്കി. തൂക്കിക്കയറി വെടി വെക്കല്ലേ എൻ്റെ പൊന്നും കുടമേ, എബി മയത്തിൽ പറഞ്ഞു. ആമി അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേണ്ടുന്ന കാര്യമൊന്നും ഞാൻ ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെയാ വാവ് ഉണ്ടാവുന്നത്? എബി ചോദിച്ചതും ആമി അവനെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. ഇന്നലെ അല്ല, അതിന് മുന്നത്തെ ദിവസം രാത്രി നിങ്ങൾ പിന്നെ എന്താ ചെയ്തത് ചായ? ആമി ശബ്ദം ഉയർത്തി. എൻ്റെ പൊന്നെ, പതുക്കെ. എബി അവളുടെ വായ പൊത്തിപ്പിടിച്ച് അവളെ എടുത്ത് തൻ്റെ മടിയിലേക്ക് വലിച്ചിരുത്തി. അതല്ല മോളെ, കുറെ നേരമായി അതല്ല ഇതല്ല എന്നൊക്കെ പറയുന്നു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മര്യാദയ്ക്ക് പറയും. ആമിക്ക് അവൻ പറയുന്നത് കേട്ടപ്പോൾ ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു. എടി മണ്ടി, നമ്മൾ സേഫ് ടൈമിലല്ലേ കൂടുതലും ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ പ്രൊട്ടക്റ്റഡ് ആക്കാൻ നോക്കാറുണ്ടല്ലോ. അതിന് നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടി ഒന്നും യൂസ് ചെയ്യാറില്ലല്ലോ. അവൻ പറഞ്ഞു വന്നപ്പോഴേക്കും അവളുടെ അടുത്ത സംശയം. അവൻ അവളെ പല്ല് കടിച്ചു നോക്കി. അടുത്തേക്ക് ചേർത്തിരുത്തി അവളുടെ ചെവിയിൽ എന്തോ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അങ്ങനെയാണോ? ആമി ആശ്ചര്യത്തോട് ചോദിച്ചു. ആ, അങ്ങനെയാണ്. അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല, അതാ ബേബി വരാത്തത്. അവളുടെ കവിളിലൊന്ന് പിച്ചിക്കൊണ്ട് എബി പറഞ്ഞതും വലിയ എന്തോ കാര്യം അറിഞ്ഞതുപോലെ ആമി അവനെ തന്നെ നോക്കിയിരുന്നു. പോരാത്തതിന് ഇത്രയും നേരം ഉണ്ടായിരുന്ന കരച്ചിലും പിടിച്ചിലും ഒക്കെ മാറിയിട്ടുമുണ്ട്. എങ്കിൽ ഇനി മുതൽ അങ്ങനെ ചെയ്യണം കേട്ടോ ഇച്ചായ. ഒന്ന് ആലോചിച്ചുകൊണ്ട് പെട്ടെന്നുള്ളൊരു ആവേശത്തിൽ ആമി പറഞ്ഞു പോയതാണ്. പക്ഷേ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്താണ് പറഞ്ഞതെന്ന് അവൾ ആലോചിച്ചത്. നാവ് കടിച്ചുകൊണ്ട് ആമി എബിയെ നോക്കി. അവൻ്റെ മുഖത്ത് പതിവ് പോലെയുള്ള കള്ളച്ചിരിയാണ്. ഇപ്പം തന്നെ വേണോ? അവൻ അവളുമായിട്ട് ഒന്നുരണ്ടു. അവളെ തൻ്റെ ദേഹത്തേക്ക് അവൻ കയറ്റിക്കിടത്തി. ചുണ്ടുകൾ തമ്മിൽ കഥ പറഞ്ഞു. അവളുടെ പൊട്ടിച്ചിരികൾ അവിടെ ഉയർന്നു കേട്ടു. ചിരിച്ച് ചിരിച്ച് ഒടുക്കം ശ്വാസം പോലും കിട്ടാത്തതുപോലെയായി. അവൻ അവളെ വലിച്ച് നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി. എൻ്റെ ശിവയോട് ഞാനൊരു കാര്യം പറയട്ടെ? കിതപ്പിനിടയിലും അവളൊന്ന് മൂളി. എൻ്റെ ശിവ, ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടൊക്കെ പോരെ നമുക്ക് വാവാ? അവൻ്റെ ചോദ്യം കേട്ടതും ആമി തലയുയർത്തി അവനെ ഒന്ന് സംശയത്തോടെ നോക്കി. വാവയൊക്കെ വരണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷേ അതിനു മുൻപ് നമുക്ക് ഫാമിലി പ്ലാനിങ് വേണം. ഇൻ കേസ് നമുക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ വാവ വന്നിരുന്നു എങ്കിൽ ഞാനും നീയും മാത്രം ഉണ്ടാകേണ്ട ഒരുപാട് ക്വാളിറ്റി ടൈം നമുക്ക് മിസ്സായേനെ. പിന്നെ വാവ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിൻ്റെ കോഴ്സ് നിനക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയെന്ന് വരില്ല. ഇനിയിപ്പോൾ അത് കംപ്ലീറ്റ് ആക്കണമെന്ന് കരുതിയാലും വാവയൊക്കെ ആയിട്ട് നിനക്കത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനും ഒരുപാട് ബുദ്ധിമുട്ടാകും. എബി പറയുന്ന കാര്യങ്ങളെല്ലാം ആമി ശ്രദ്ധയോടെ കേട്ട് കിടക്കുന്നുണ്ട്. ഞാൻ പറയുന്നതൊക്കെ എൻ്റെ കുഞ്ഞിനെ മനസ്സിലാവുന്നുണ്ടോ?
അതിന് ആമി ഒന്ന് മൂളി. ഇപ്പം എന്തായാലും ഇതൊന്നും ഉണ്ടാവണ്ടല്ലോ എന്ന് കരുതി ഞാൻ മനഃപൂർവ്വം ചെയ്തതാണിങ്ങനെ. ഇനി പറയ്, നമുക്ക് കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് പോരെ ഒരു കുഞ്ഞ്? അവൻ പറയുന്നത് കേട്ടപ്പോൾ ആമി ഒന്ന് ചിന്തിച്ചപ്പോൾ അത് ശരിയാണെന്ന് തോന്നി. എടുത്തു ചാടി എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുക എന്നുള്ളത് തനിക്ക് പണ്ടേ ഉള്ള ശീലമാണല്ലോ. പക്ഷേ എബി അങ്ങനെയല്ല. എന്ത് കാര്യം തീരുമാനിക്കുന്നതിന് മുൻപും അവൻ 2 തവണയെങ്കിലും ഒന്ന് ആലോചിക്കും. അങ്ങനെയുള്ളവൻ ഇങ്ങനെ പറഞ്ഞത് എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ആവില്ലല്ലോ എന്നവൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് അവൻ അങ്ങനെ ചോദിച്ചതും അവൾക്ക് ആ ഒരു കാര്യത്തിൽ എതിരഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. ഋഷിയുടെ കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങൊക്കെ കഴിഞ്ഞ് അന്നത്തെ ദിവസം അവിടെ നിന്നതിന് ശേഷമാണ് ആമിയും മുത്തശ്ശിയും എബിയും ഒക്കെ തിരികെ പോയത്. പിന്നീട് അങ്ങോട്ട് ആമി പരീക്ഷാ ചൂടിലായിരുന്നു. എബി അവളെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടും എബി ഒരു വടിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഓരോന്ന് കൊടുത്തൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആമിയുടെ തലയിലേക്കെല്ലാം എളുപ്പം കയറും. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ. സ്നേഹത്തോടെ പറഞ്ഞു കൊടുത്തിട്ട് അവൾക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ തല്ലി തന്നെ പറഞ്ഞു കൊടുക്കണം. അതാണ് എബിയുടെ പോളിസി. തൻ്റെ നിലവാരം എങ്ങനെയാണെന്ന് അറിയാവുന്നത് കൊണ്ട് ആമി പിന്നെ പഠിപ്പിക്കുമ്പോൾ എബി എന്തെങ്കിലും പറഞ്ഞാലും അത് കഴിയുമ്പോൾ പിന്നെ അത് പറഞ്ഞ് അവനോട് വഴക്കിനൊന്നും പോകാറില്ല. കാരണം അതവൻ അന്നേരത്തെ ദേഷ്യത്തിന് താൻ പഠിക്കാൻ വേണ്ടി പറയുന്നതാണ് എന്ന് നല്ല ബോധ്യം അവൾക്കുണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവസാന സെമസ്റ്റർ പരീക്ഷയും കഴിഞ്ഞ് ആമി റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോഴേക്കും അടുത്ത ടാസ്ക് എത്തി. പ്രോജക്റ്റ് 2 ആഴ്ചയ്ക്കുള്ളിൽ സബ്മിറ്റ് ചെയ്യാനാണ് കോളേജിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. മുന്നേ തന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും ഇനിയും സമയമുണ്ടല്ലോ എന്ന് കരുതി ആമി അത് പിന്നീടാകാം എന്ന് കരുതി മാറ്റി മാറ്റി വെച്ചതാണ്. ഒടുക്കം അത് 2 ആഴ്ചയ്ക്ക് അപ്പുറമുള്ള ഡേറ്റ് വരെ എത്തി. തിരക്ക് പിടിച്ച് ചെയ്യുന്നതിനിടയിൽ അവൾക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ വരുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനും തെറ്റുകളൊക്കെ തിരുത്തി കൊടുക്കാനും എബി ഉള്ളത് കൊണ്ട് മാത്രം 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രോജക്റ്റ് എങ്ങനെയൊക്കെയോ അവൾ ചെയ്തു തീർത്തിരുന്നു. പിന്നീട് അതിൻ്റെ വൈവയും അറ്റൻഡ് ചെയ്തു. 1 മാസം കൊണ്ടാണ് ഇതെല്ലാം ചെയ്തു തീർത്തത്. 1 മാസത്തിനുള്ളിൽ അവസാന സെമസ്റ്ററിലെ മുഴുവൻ എക്സാമും കൂടെ തന്നെ പ്രോജക്റ്റും വൈവയും ഒക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടി വന്നു. ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നതുകൊണ്ട് തന്നെ അവൾക്ക് കുറച്ചു പോലും റെസ്റ്റ് കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ 2 ദിവസത്തെ നീണ്ടു നിവർന്ന് ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇന്നാണ് ആമി ഒന്ന് ഉഷാറായത്. എബി രാവിലെ ഓഫീസിലേക്ക് പോയിട്ടുണ്ട്. ആമി രാവിലെ അവൻ പോയപ്പോൾ ഒന്ന് എഴുന്നേറ്റ് ബൈയൊക്കെ പറഞ്ഞപ്പോൾ കണ്ടതാണ്, അല്ലാതെ പിന്നെ കണ്ടിട്ടില്ല. എബിക്ക് അവനെ അങ്ങനെ ഓഫീസ് ടൈമിൽ വിളിച്ച് ശല്യപ്പെടുത്തുന്നത് ഇഷ്ടമുള്ള കാര്യമല്ല. എങ്കിലും ആമിയോ മുത്തശ്ശിയോ വിളിച്ചാൽ അവൻ എടുക്കാതിരിക്കാറില്ല. എങ്കിലും ഓഫീസ് സമയങ്ങളിൽ അവനെ വിളിക്കുന്നത് ഇഷ്ടമല്ല എന്നറിയാവുന്നത് കൊണ്ട് ആമിയും മുത്തശ്ശിയും അവനെ അങ്ങനെ വിളിക്കാറുമില്ല. വൈകുന്നേരമായപ്പോൾ മുത്തശ്ശിയുടെ കൂടെ ഒന്ന് പറമ്പിലേക്ക് പോയി കഴിഞ്ഞ് വന്നിരിക്കുകയാണ് ആമി. നടന്ന് നടന്ന് ആകെ ക്ഷീണിച്ച് വിയർത്ത് വന്നിരിക്കുകയാണ്. മുത്തശ്ശിയും ആകെ ക്ഷീണിച്ചു. വന്നപാടെ മുത്തശ്ശി കുളിച്ച് കുറച്ചുനേരം കിടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് മുറിയിലേക്ക് കയറി. അതിനി രാത്രിയാവുമ്പോൾ നോക്കിയാൽ മതി എന്നറിയാവുന്നത് കൊണ്ട് ആമിയും മുറിയിലേക്ക് പോയി. എങ്ങനെയെങ്കിലും കുളിച്ചാൽ മതി എന്ന് കരുതി ആമി ഓടി ബാത്റൂമിലേക്ക് കയറി. ഡ്രസ്സൊന്നും എടുക്കാൻ നിന്നില്ല. മുകളിലേക്കൊക്കെ ആര് വരാനാണെന്ന് കരുതി ബാത്റൂമിലേക്ക് ഓടി കയറിയതാണ്. കുളി കഴിഞ്ഞ് ബാത്ത് ടവലൊക്കെ ചുറ്റി ബാത്റൂമിൽ നിന്നിറങ്ങി. മുറിയിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി. സുന്ദരിയായി ഒരു കുഞ്ഞു പൊട്ടൊക്കെ വെച്ച് സിന്ദൂരമൊക്കെ തൊട്ടു. കൊള്ളാം, ആകെ ഒരു ഈസ്തറ്റിക് വൈബുണ്ട്. സിന്ദൂരവും പൊട്ടുമൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ആമി സ്വയം കണ്ണാടിയിൽ നോക്കി പറഞ്ഞു, ഒരു സാരി ഉടുത്ത് നോക്കിയാലോ? എന്തായാലും വെറുതെ ഇരിക്കുവാണ്. അങ്ങനെ ചിന്തിച്ച് അലമാരിയിൽ നിന്നൊരു സാരി വലിച്ചെടുത്തു. ചുവന്ന നിറത്തിൽ പച്ച കസവൊക്കെയുള്ള നല്ലൊരു കോട്ടൺ സാരി. ഒരു കൗതുകത്തിന് പുറത്ത് അവൾ അതെടുത്തുടുത്തു. ഉടുത്തു കഴിഞ്ഞ് സാരിയുടെ പല്ലും എടുത്ത് ഷോൾഡറിലേക്ക് ഇടാൻ നേരം പിന്നിൽ നിന്ന് ഒരു ചൂട് തൻ്റെ ശരീരത്തിലേക്ക് പടരുന്നത് ആമി അറിഞ്ഞിരുന്നു. ആ കൈകൾ സാരിക്കിടയിലൂടെ ഇടുപ്പിലേക്ക് അരിച്ചിറങ്ങുന്നതും ആമി അറിഞ്ഞു. ഇച്ചായ? ആമി ഒന്ന് കുറുകിക്കൊണ്ട് അവനിലേക്ക് ചേർന്ന് നിന്നു. എന്താ സാരിയൊക്കെ? അവൻ ഷാംപൂവിൻ്റെ മണം നിറഞ്ഞു നിൽക്കുന്ന അവളുടെ മുടിയിഴകളിലേക്ക് മുഖം അമർത്തിക്കൊണ്ട് ഒന്ന് ആഞ്ഞു ശ്വസിച്ചു. വെറുതെ ഉടുത്തു നോക്കിയതാ. ഇച്ചായ മാറ്, ഞാൻ ചായ എടുക്കാം. ആമി അവൻ്റെ കൈ വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് വിറയലോടെ പറഞ്ഞു. ഇപ്പോഴും വിറയലോ? എനിവേ, യു ലുക്ക് ലൈക്ക് എ ഗോഡസ്. ചെവിയോരം അവൻ്റെ നിശ്വാസം കലർന്ന ശബ്ദം, അവളെ തളർത്തിക്കളയാൻ പാകത്തിനുള്ളത്. ആമി അതിൽ ആകെ കോരിത്തരിച്ചു പോയി. അടുത്ത നിമിഷം താൻ വായുവിൽ ഉയരുന്നത് ആമി അറിഞ്ഞിരുന്നു. അവൾ അനങ്ങിയില്ല. എന്തുകൊണ്ടോ അവളും ആഗ്രഹിച്ചു പോയി അവനെ ആ നിമിഷം. അവളുടെ ഉടയാടകൾ അവൻ്റെ കൈകളാലും അവൻ്റേത് അവളുടെ കൈകളാലും അഴിഞ്ഞു വീണു. തളർന്നു പോകുന്നവളെ അവൻ മുറുക്കി പിടിച്ചു. ചുംബനം കൊണ്ട് അവളുടെ ശരീരമാകെ പൊതിഞ്ഞു. ഒടുവിൽ ഒരു ചെറിയ നോവോടെ വീണ്ടും അവൻ അവളെ സ്വന്തമാക്കി. കുറച്ചു നാളുകൾക്ക് ശേഷമുള്ള ഒത്തുചേരലായതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും കിതപ്പൊക്കെ ഒന്നടങ്ങാൻ കുറച്ച് സമയമെടുത്തിരുന്നു. എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങിയിരിക്കേണ്ട ഞാനാണ് പ്രലോഭിപ്പിച്ച് ഒടുക്കം ഇവിടെ വരെ എത്തി. അവളെ തന്നിലേക്ക് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് എബി കളിയാക്കുന്നത് പോലെ പറഞ്ഞു. ദേ ഇച്ചായ. ആമി അവൻ്റെ നെഞ്ചിലെ രോമത്തിൽ പിടിച്ചൊന്ന് വലിച്ചു.
ഓ, ഞാൻ സത്യമല്ലേ പറഞ്ഞത്. ഞാൻ വേണ്ടെന്ന് കരുതി മാറാൻ പോയപ്പോൾ നീയാ എന്നെ വലിച്ചടുപ്പിച്ച് പ്രലോഭിച്ച് ഇങ്ങനെയൊക്കെ ആക്കിയത്. എബി അവളുടെ ഇടുപ്പിലൊന്ന് അമർത്തിക്കൊണ്ട് പറഞ്ഞു. അവൾ കിക്കിളിയായി. വീണ്ടും അവളുടെ ചുണ്ടുകളിൽ നിന്ന് പൊട്ടിച്ചിരികൾ ഉയർന്നു കേട്ടു. അത് പിന്നെ സീൽക്കാരങ്ങളായും കുറുകലുകളായും കിതപ്പായും ഒക്കെ വഴിമാറി ഒഴുകിയിരുന്നു. പ്രണയവേഴ്ചയിൽ തളർന്ന് അവൻ്റെ മാറിലേക്ക് തല ചായ്ച്ചുറങ്ങുമ്പോഴും രണ്ടുപേരുടെ ചുണ്ടിലും നിറഞ്ഞ പുഞ്ചിരി തന്നെയായിരുന്നു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.